നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസം അവിടുത്തെ തിരുസനിൽ അടുത്ത് വന്ന് തിരുമുഖത്തേക്ക് നോക്കി അഭാപിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിപ്പാനും അങ്ങേ ആരാധിപ്പാനും തിരുവനന്തപുരം ശ്രദ്ധിപ്പാനും തിരുമേശ പങ്കുകാരാകുവാനും അങ്ങ് ഞങ്ങളെ ഇടയാക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഓരോ ആരാധനയും ഞങ്ങളെ തിരുസന്നിധിയിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കുന്നുവല്ലോ. കർത്താവെ, ആ തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ ആരാധനയിലൂടെയും വചനകേൾവിയിലൂടെയും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ ദൈവസന്നിധിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. യേശു മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛനാദ്യ പറഞ്ഞതുപോലെ ഇന്ന് സഭയായി ദശാംശ സമർപ്പണ ഞായറാഴ്ചയായിട്ട് ആചരിക്കുകയാണ്. ദൈവം നൽകുന്ന കഴിവുകൾ, താലന്തുകൾ, അനുഭവങ്ങൾ എല്ലാം ദൈവനാമത്തിൽ പങ്കുവെക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ചിന്ത. ഇന്ന് നാം വിശുദ്ധ ഏവൻഗേലിയനായിട്ട് വായിച്ചു കേട്ടത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. നാം വായിച്ചു കേട്ടതായതുകൊണ്ട് ഒരിക്കൽ കൂടെ വീണ്ടും വായിക്കുന്നതിന് ഉദ്യമിക്കുന്നില്ല. ഇന്ന് ഉള്ള പാഠഭാഗങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് പങ്കുവെക്കുന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. ദാവീദ് പറയുന്നു, ഞാൻ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കാൻ ഞാൻ എന്ത് യോഗ്യതയുള്ളൂ, അങ്ങ് തരുന്നത് ഞങ്ങൾ സമർപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. ഇന്ന് വിശുദ്ധ ഏവൻഗേലിയനായിട്ട് വായിച്ചു കേട്ടത് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള കർത്താവിൻ്റെ ഒരു ഉപമയാണ്. കർത്താവ് പറയുന്ന ധനവാനായ മനുഷ്യൻ്റെയും സാധുവായ ലാസർ എന്ന പേരുള്ള ഒരു മനുഷ്യൻ്റെയും ജീവിതകഥയാണ്. കർത്താവിൻ്റെ ഉപമകളിൽ സാധാരണ കഥാപാത്രങ്ങൾക്ക് പേര് പറയാറില്ല. എന്നാൽ ഈ ഉപമയിൽ മാത്രമാണ് ഒരു ആളുടെ പേര്, ലാസർ എന്നാണ് ഇതിലൊരു കഥാപാത്രത്തിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുള്ളത്. മറ്റതെല്ലാം ലേവ്യൻ ചുങ്കക്കാരൻ എന്നൊക്കെ പറഞ്ഞാണ് ഉപമ കർത്താവ് കഥ പറയാറുള്ളത്. എന്നാൽ ഇങ്ങനെ ആർക്കാണ് പേര് നൽകിയത്? പേര് നൽകിയത് ഇതിനകത്ത് ഏറ്റവും ചെറിയതായി മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ള ഒരാൾക്കാണ് കർത്താവ് പേര് നൽകി. പേര് നൽകുന്നത് എപ്പോഴും പ്രധാനപ്പെട്ട ആളുകൾക്കാണല്ലോ, പേര് പറയുന്നതല്ല. അതുകൊണ്ട് കർത്താവ് സഹായം ആവശ്യമുള്ള ആളുകളെ പ്രധാനമുള്ളതായി കാണപ്പെടുന്നതിന് ഇടയായി തീരുന്നു എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും. ഇതിൽ നമുക്ക് കഥ അറിയാവുന്നതുപോലെ ധനവാനായ മനുഷ്യൻ വളരെ സുഭിക്ഷതയോടെ ജീവിക്കുന്നു. അവൻ്റെ ജീവിത സാഹചര്യത്തിനടുത്ത് തന്നെയാണ് ദരിദ്രനായ ലാസർ ജീവിക്കുന്നത്. അവർ തമ്മിൽ എന്തെങ്കിലും പ്രയാസമുള്ളതായിട്ടോ വഴക്കുകളുള്ളതായിട്ടോ ഒന്നും ഇവിടെ പറയുന്നില്ല. അവർ വാസ്തവത്തിൽ ലോകത്തിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ ഈ ദരിദ്രനായ മനുഷ്യനെ അവൻ്റെ പടിവാതിക്കൽ കിടക്കുന്ന അനുവാദം ഉണ്ടാകുന്നതും അവിടെ നിന്ന് ലഭ്യമാകുന്നത് മേശയിൽ നിന്ന് വീഴുന്നതൊക്കെ ഭക്ഷിക്കുന്നതിനൊക്കെ അനുവാദമുണ്ടാകുന്നത്. എന്നാൽ കർത്താവ് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് വേദപുസ്തകം ശക്തിയായിട്ട് പഠിപ്പിക്കുകയാണ്. ഇവിടെ ലാസറസ് ഈ ദരിദ്രനായി ഈ ധനവാനായ മനുഷ്യൻ്റെ ഭവനത്തിൻ്റെ സമീപത്ത് കിടന്നപ്പോൾ അവന് ഒരു കാര്യവും തടസ്സപ്പെടുത്തുന്നില്ല. എന്നാൽ അവനൊരു എക്സ്ട്രാ കെയർ കൊടുക്കുന്നതിനും ഈ ധനവാനായ മനുഷ്യൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം മരണശേഷമുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ കാണുന്നത് ധനവാൻ പീഡനം അനുഭവിക്കുകയും ദരിദ്രനായ ലാസർ അവിടെ സുഖം അല്ലെങ്കിൽ അബ്രഹാമിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് കർത്താവ് വിവരിക്കുന്നത്? അബ്രഹാം പറയുന്നു, മകനെ, നീ ജീവിതത്തിൽ വളരെ സുഭിക്ഷത അനുഭവിച്ചു. സുഭിക്ഷത അനുഭവിക്കുന്നത് പാപമാണെന്നോ ധനമുണ്ടാകുന്ന പാപമാണെന്നോ ഒന്നുമല്ല. പിന്നെയോ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, അനുഭവങ്ങൾ എങ്ങനെയാണ് നമ്മൾ പങ്കുവെക്കുന്നത്, ചെലവാക്കുന്നത്, അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്
കർത്താവ് കാര്യമായിട്ട് നോക്കുന്നത്. ഇവിടെ ലാസറിനെ നമ്മൾ കാണുമ്പോൾ ഒരു മനുഷ്യനായി, അവിടെ ദരിദ്രനായി, മറ്റുള്ളവരുടെ സഹായത്തിന് പാത്രീഭൂവനാകുന്ന ഒരു മനുഷ്യനായി നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ എല്ലാം ചെയ്യാൻ സാധിക്കുകയും എല്ലാം നൽകുവാൻ സഹായിക്കാൻ സാധ്യമാകുകയും ചെയ്യുന്ന ഒരു ധനവാന്റെ അടുത്ത് അവനുണ്ടായിട്ടും വളരെ ഡിസ്പാരിറ്റി ഓഫ് ലൈഫാണ് അവനുണ്ടാകുന്നത്. അങ്ങനെയാകുമ്പോൾ കർത്താവ് പറയുന്നത്, നിന്റെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തിന് ഉതകുമ്പോഴാണ് ജീവിതത്തിൻ്റെ അനുഗ്രഹമായി തീരുന്നത് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവെന്താണ്? യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഞാൻ സഹോദരനോട് എങ്ങനെ പെരുമാറുന്നു, സഹോദരനെ എങ്ങനെ കരുതുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വിഭവങ്ങൾ എങ്ങനെ നമ്മൾ ചെലവാക്കും? വേദപുസ്തകം പഠിപ്പിക്കുന്നു, നമുക്കുള്ളത് നമ്മുടേത് മാത്രമല്ല മറ്റുള്ളവരേതും കൂടെയാണ്. വിവാഹ ശുശ്രൂഷയിൽ നമ്മൾ അവസാനത്തെ പ്രബോധനം കേട്ടിട്ടുണ്ടല്ലോ. ആ പ്രബോധനം ഇപ്രകാരമാണ്: നിങ്ങൾ പണം, കഴിവ്, സമയം ഇതെല്ലാം നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹവിചാരകന്മാർ, സ്റ്റുവാർട്സ് ആണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം സുവിശേഷ വേലയ്ക്കും സഭയുടെ പ്രവർത്തനങ്ങൾക്കും മറ്റുള്ള അനുഗ്രഹത്തിനുമായി നൽകേണ്ടത് ആവശ്യമാണ്. കാരണം ഒരു കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ സഭയ്ക്ക് നൽകുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് നമുക്ക് ലഭിക്കുന്നതിൻ്റെ, നമ്മളായിരിക്കുന്നതിൻ്റെ ഇതെല്ലാം ദൈവത്തിൻ്റേതാണ്, അതിൻ്റെ ഗൃഹവിചാരകന്മാരാണ് നാം എന്ന് തിരിച്ചറിഞ്ഞ് ദൈവം എങ്ങനെ ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കുമോ, ദൈവം എങ്ങനെ മറ്റുള്ളവരോട് കരുതുമോ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുമ്പോൾ ദൈവഹിതപ്രകാരം നമ്മുടെ വസ്തുവകകൾ, നമ്മുടെ സമയം, നമ്മുടെ കഴിവ് എല്ലാം വിനിമയം ചെയ്യുന്നതിന് സാധിക്കുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കും. വേദപുസ്തകത്തിൽ അന്ത്യന്യായവിധിയുടെ ഉപമയുണ്ട്. അന്ത്യന്യായവിധിയുടെ ഉപമ എന്താണ്? നമുക്കറിയാം. കർത്താവ് പറയുന്നു ഇപ്രകാരമാണ്: അവസാനത്തിൽ സകല ജാതികളെയും വിളിച്ച് ഇടയൻ ചെമ്മരിയാടിനെയും കോലാടിനെയും എങ്ങനെയാണോ വേർതിരിക്കുന്നത് അതുപോലെ നീതിമാന്മാരെ അല്ലാത്തവരെയും വേർതിരിക്കും. വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ട് വേർതിരിക്കും. വലത്തുള്ളവരോട് പറയുന്നത്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നന്മയിലേക്ക്, സൗകര്യത്തിലേക്ക്, പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കും. ഇടതുഭാഗത്തേക്ക് പ്രവേശിക്കുന്നവർക്ക് അങ്ങനെയല്ല, അവർക്ക് ശാപമാണ്, അവർക്ക് ശിക്ഷയാണ് ലഭ്യമാകുക. എന്താണ് വലതും ഇടതും ഇരിക്കാനുള്ള യോഗ്യത? വളരെ നിസാരമാണ്. ഒറ്റ പോയിന്റേ ഉള്ളൂ. എന്താണ് യോഗ്യത? വലതുള്ളവരോട് പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു, ഞാൻ നഗ്നനായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഇങ്ങനെ ഞാൻ എപ്പോഴൊക്കെ സഹായം ആവശ്യമുള്ളവനായി തീർന്നുവോ ആ സമയത്ത് നിങ്ങൾ എനിക്ക് സഹായം ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ ഈ വലതുഭാഗത്തിരുന്നത്. ഇതൊന്നും നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇടതുള്ളവർ ഇടതുഭാഗത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരുപോലെയാണ് ചോദിക്കുന്നത്, കർത്താവേ, എപ്പോഴാണ് അങ്ങയെ ഞങ്ങൾ വിശന്നവരായിട്ട് കണ്ടത്? എപ്പോഴാണ് അങ്ങ് നഗ്നനായും രോഗിയായും തടവിലായും ഒക്കെ ഞങ്ങൾ കണ്ടത്? രണ്ടുപേർക്ക് ഒരേ ചോദ്യമാണ്. കർത്താവ് ഉത്തരം പറയുന്നത്, ഈ എളിയ സഹോദരന്മാർക്ക് അവർക്ക് ചെയ്തത് നിങ്ങൾ എനിക്കാണ് ചെയ്തത്. അപ്പോൾ കർത്താവിനെ ശുശ്രൂഷിക്കണമോ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയും മറ്റുള്ളവരെ ആദരിക്കുകയും മറ്റുള്ളവരെ കരുതുകയും ചെയ്യുക എന്നുള്ളതാണ് കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൻ്റെ മുഖാന്തരമായി അല്ലെങ്കിൽ അടയാളമായി, അതിൻ്റെ പ്രാതിനിധ്യമായി വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നുവോ, മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സലിയുന്നുവോ, മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി നമുക്കുള്ളത് പങ്കുവെക്കുവാൻ തയ്യാറാകുന്നുവോ, അപ്പോഴാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതും ദൈവത്തിന് വേണ്ടി പങ്കുവെക്കുന്നതും
ദൈവത്തിന് വേണ്ടി നൽകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവർ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സഭയായും മറ്റും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ആളുകളിൽ നിന്ന് ശേഖരിക്കുന്നത്. കാരണം ഇത്രയേ ഉള്ളൂ, നമ്മളായിത്തീരുന്നത്, ദൈവമക്കളായിത്തീരുന്നത് ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമുക്കുള്ളത് ചെലവാക്കുന്നതിന്, നമുക്കുള്ളത് പങ്കുവെക്കുന്നതിന് സാധിക്കുന്നതാണ്. അതുകൊണ്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ദൈവം നമുക്ക് നൽകുന്നത് ദൈവഹിതപ്രകാരം പങ്കുവെക്കുന്നതിനുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് പ്രിയരെ, ലാസറിൻ്റെയും ധനവാനായ മനുഷ്യൻ്റെ ഉപമ പറയുമ്പോൾ കർത്താവ് പറയുന്നു, ഇവൻ ലാസർ അവിടെ കിടന്നിട്ടും അവനോട് തടസ്സമൊന്നോ ഉപദ്രവമോ ഒന്നും ചെയ്തില്ല എന്നെങ്കിൽ പോലും അവന് കൊടുക്കേണ്ടതായ ഒരു എക്സ്ട്രാ കെയർ കൊടുക്കുന്നതിന് ഈ ധനവാനായ മനുഷ്യന് സാധിക്കുന്നില്ല. അതാണ് അവൻ അവസാനം ശിക്ഷയുടെ അനുഭവത്തിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നത്. കർത്താവ് പ്രിയരെ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് അത് പണമാകാം, സമയമാകാം, കഴിവുകളാകാം. ഇത് നമ്മൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? നമ്മൾ മറ്റുള്ളവരെ എങ്ങനെയാണ് കരുതുന്നത്? എങ്ങനെയാണ് കണക്കാക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് മുഖാന്തരം മറ്റുള്ളവരാണ് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ പറയും, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായ വിശുദ്ധ കുർബാന കൊടുക്കുകയാണ്. നമ്മുടെ അച്ഛൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് കൂദാശകൾ? കൂദാശകൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നതിനുള്ള മാനുഷികമായ മുഖാന്തരങ്ങളാണ്. ഈ കൂദാശകളിലൂടെ ദൈവകൃപ, ഇൻവിസിബിൾ ദൈവകൃപ നമുക്ക് ലഭ്യമാകുകയാണ്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളാണ് ഈ കൃപ ലഭിക്കുന്നതിനുള്ള വളരെയധികം മീൻസാണ് ഓരോരോ കൂദാശകൾ നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അന്ത്യന്യായവിധിയുടെ ഉപമയിൽ പറയുന്ന ഈ വലതുള്ള മനുഷ്യർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്ന മുഖാന്തരമായത് എന്താണ്? ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നവർക്ക് മുഖാന്തരമായത് മറ്റുള്ളവരാണ്, മറ്റേയാൾ. ആ മറ്റേയാളെ കരുതുന്നതിന് അവൻ ശ്രമിച്ചപ്പോൾ അവർക്ക് വലതുഭാഗത്തിന് അവകാശികളായിത്തീരുന്നതിന് സാധിച്ചു. അതുകൊണ്ട് കർത്താവ് പ്രിയരെ, മറ്റുള്ളവരാണ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് വഴി നടത്തുന്നതെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഭയായി, സമൂഹമായി, വ്യക്തികളായി നമുക്കുള്ളത് ദൈവനാമത്തിൽ ദൈവഹിതപ്രകാരം പങ്കുവെക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കാം. അങ്ങനെ ലോകത്തിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിന് ദൈവം പരിശുദ്ധാത്മ നമ്മളെ ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ.